നമസ്കാരം. ഏവർക്കും സ്വാഗതം. നാളെ വെള്ളിയാഴ്ചയും ഏകാദശിയും ഒത്തുചേരുന്ന മഹാപുണ്യദിനമാണ്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ എന്നെന്നും നിലനിൽക്കാനും ദാരിദ്ര്യം മാറി അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കാനും വീട്ടിലെ സ്ത്രീകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ലക്ഷ്മീനാരായണ അനുഗ്രഹത്തിനായി എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. നാളെ ഏകാദശിയാണ്. വെള്ളിയാഴ്ച വീട്ടിലെ സ്ത്രീകൾ ഓർമ്മിച്ചുവെച്ച് മറക്കാതെ ഈ കറി വെച്ചാൽ മതി. വേണ്ടെന്ന് പറഞ്ഞാലും ധനം ഒഴുകിയെത്തും. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ലക്ഷ്മീദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കും. അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. നിങ്ങളുടെ ദശ തന്നെ മാറും. ഇനി നിങ്ങൾ തൊടുന്നതെല്ലാം സ്വർണമായി മാറും. അപ്പോൾ ഈ വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന ഏകാദശി ദിവസം വീട്ടിലെ സ്ത്രീകൾ ഏത് കറികൾ വെച്ചാൽ സകല ഐശ്വര്യങ്ങളും സിദ്ധിക്കും. ഇന്ന് വീട്ടിൽ പൂജ എങ്ങനെ ചെയ്യണം, ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ഏത് കറികൾ കഴിക്കരുത് എന്നീ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വിശദമായി അറിയാം. സുഹൃത്തുക്കളെ, ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വളരെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോകൾ കാണാൻ കഴിയൂ. കാരണം ഈ വീഡിയോയിലൂടെ ഏകാദശിയുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇനി മറ്റു വീഡിയോകൾ കാണേണ്ട ആവശ്യമില്ല. അതിനാൽ ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ജയ് ശ്രീമന്നാരായണ എന്ന് കമന്റ് ചെയ്യുക. ഏകാദശി കോണ്ടെക്സ്റ്റ്. നമുക്ക് ഒരു വർഷത്തിൽ 24 ഏകാദശികൾ ഉണ്ട്. ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഫാൽഗുണ ശുദ്ധ ഏകാദശിയെ അമലകി ഏകാദശി എന്നാണ് വിളിക്കുന്നത്. ഈ അമലകി ഏകാദശിയുടെ മഹത്വം എന്തെന്നാൽ ഈ ഏകാദശി ദിവസം നെല്ലിമരത്തെ വിശേഷമായി പൂജിക്കുന്നു. അങ്ങനെ പൂജിച്ചാൽ അശ്വമേധയാഗം ചെയ്ത അത്രയും പുണ്യം ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഈ ഏകാദശി വെള്ളിയാഴ്ച രാവിലെ ഉറക്കമുണർന്ന് വീടെല്ലാം വൃത്തിയാക്കി വീടിന്റെ ഉമ്മറപ്പടിയിൽ മഞ്ഞൾ തേച്ച് വീടിന്റെ മുന്നിൽ കോലം വരച്ച് നന്നായി തലസ്നാനം ചെയ്ത് വീട്ടിൽ പൂജ ചെയ്യുക. പ്രത്യേകമായി ഈ ഏകാദശി നാളിൽ ലക്ഷ്മീദേവിയെയും അതുപോലെ വെങ്കടേശ്വര സ്വാമിയെയും പൂജിക്കണം. പൂജ ചെയ്യുന്ന സ്ത്രീകൾ കാലുകളിൽ മഞ്ഞൾ തേച്ച് കുങ്കുമപ്പൊട്ട് തൊട്ട് പൂജാമുറിയിൽ ഒരു ചെറിയ കോലം വരച്ച് വീട്ടിൽ പൂജ ചെയ്യണം. ആദ്യം പൂജാമുറി വൃത്തിയാക്കി പൂജാമുറിയിലുള്ള ലക്ഷ്മീദേവിയുടെ ചിത്രത്തിനും അതുപോലെ വെങ്കടേശ്വര സ്വാമിയുടെ ചിത്രത്തിനും ചന്ദനപ്പൊട്ട് തൊടുക. ഏറ്റവും ശക്തിയുള്ള ദീപങ്ങളിൽ ഒന്നാണ് പിണ്ടി ദീപം. അതിനാൽ ഈ ഏകാദശി ദിവസം നിർബന്ധമായും അരിപ്പൊടി കൊണ്ട് ഒരു ദീപം തയ്യാറാക്കി പൂജാമുറിയിൽ കത്തിക്കുക. പിണ്ടി ദീപത്തിന് കുങ്കുമപ്പൊട്ട് വെച്ച് എള്ളെണ്ണയോ പശുവിൻ നെയ്യോ ഒഴിച്ച് 5 തിരികൾ ഇട്ട് ദീപം തെളിയിക്കുക. പിണ്ടി ദീപത്തോടൊപ്പം ഇന്ന് നെല്ലിക്ക ദീപം കൂടി വെച്ചാൽ വളരെ നല്ലതാണ്. ഈ നെല്ലിക്ക ദീപം എങ്ങനെ വെക്കാമെന്ന് വെച്ചാൽ ഒരു വലിയ നെല്ലിക്ക എടുത്ത് അതിന് മുകളിൽ ചെറിയൊരു മുറിവുണ്ടാക്കി അല്ലെങ്കിൽ ചെറിയ കുഴിയുണ്ടാക്കി അതിൽ പശുവിൻ നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കണം. ഇങ്ങനെ ഇന്ന് നെല്ലിക്ക ദീപം വെച്ചാൽ ധനപ്രശ്നങ്ങൾ മാറും, അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. അതുപോലെ വെങ്കടേശ്വര സ്വാമിയെ തുളസി ദളങ്ങളാൽ പൂജിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഉടൻ സഫലമാകും. അതിനാൽ കുറച്ച് തുളസി ദളങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക. അല്ലെങ്കിൽ തുളസിമാല ഉണ്ടാക്കി വെങ്കടേശ്വര സ്വാമിയുടെ ചിത്രത്തിന് അണിയിക്കുക. ഈ ഏകാദശി നാളിൽ തുളസി ദളങ്ങളാൽ വെങ്കടേശ്വര സ്വാമിയെ പൂജിച്ചാൽ അനന്തമായ ഐശ്വര്യം ലഭിക്കും. ഇനി പൂജയിൽ നൈവേദ്യമായി പരമാന്നം നിവേദിക്കുക. ഈ ഏകാദശി ദിവസം വീട്ടിൽ പാൽ തിളപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് വീട്ടിലാണോ പാൽ തിളയ്ക്കുന്നത് അത്തരം വീടുകളിലേക്ക് ലക്ഷ്മീദേവി കടന്നുവരും. പാൽ കൊണ്ട് നൈവേദ്യം ഉണ്ടാക്കി പൂജയിൽ സമർപ്പിക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ ശർക്കരക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം. പൂജയിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന പുഷ്പങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് റോസാപ്പൂക്കൾ കൊണ്ട് ലക്ഷ്മീദേവിയെ പൂജിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ നീങ്ങും. അവസാനമായി ലക്ഷ്മീദേവിക്കും അതുപോലെ വെങ്കടേശ്വര സ്വാമിക്കും ആരതി സമർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 21 തവണയോ 108 തവണയോ ജപിക്കുക. ഏകാദശി ദിവസം ഈ മന്ത്രം ജപിച്ചാൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉടൻ തന്നെ നീങ്ങും. അവസാനമായി സ്വാമിയെ നമസ്കരിച്ച് 5 പ്രദക്ഷിണങ്ങൾ ചെയ്ത് നിങ്ങളുടെ പൂജ പൂർത്തിയാക്കുക. ഇതിനെ ഏകാദശി വ്രതം എന്ന് പറയുന്നു. ഏകാദശി ദിവസം സാധിക്കുന്നവർ ഉപവാസം അനുഷ്ഠിക്കണം. ഈ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിച്ചാൽ വളരെ പുണ്യഫലം ലഭിക്കും. നിങ്ങളുടെ കുടുംബം മുഴുവൻ ആയുരാരോഗ്യങ്ങളോടെയും അഷ്ടൈശ്വര്യങ്ങളോടെയും ജീവിക്കും. ഉപവാസം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഒരു നേരം ഉപവാസം അനുഷ്ഠിച്ചാലും മതിയാകും. പ്രത്യേകമായി ഈ ആമലകി ഏകാദശി ദിവസം നെല്ലിമരത്തെ പൂജിക്കുന്നത് വഴി ലക്ഷ്മീനാരായണന്മാരുടെ അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ട് ഈ ദിവസം നെല്ലിമരത്തിന്റെ അടുത്ത് പോയി മരത്തിന്റെ ചുവട് വൃത്തിയാക്കി അരിപ്പൊടി കൊണ്ട് ചെറിയ കോലം വരയ്ക്കണം.
അനന്തരം മരത്തിന്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അഭിഷേകം ചെയ്യണം. ഇത് പിതൃദേവതകൾക്കും വിഷ്ണു ഭഗവാനും തൃപ്തി നൽകും. മരത്തിന്റെ തടിയിൽ മഞ്ഞളും കുങ്കുമവും വെച്ച് അലങ്കരിക്കണം. പിന്നീട് മരത്തിന്റെ ചുവട്ടിൽ പശുവിൻ നെയ്യ് കൊണ്ട് ദീപം കൊളുത്തണം. ദീപം കൊളുത്തിയ ശേഷം മരത്തിന് ചുറ്റും 3 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 21 തവണയോ പ്രദക്ഷിണം ചെയ്ത് മനസ്സിലെ ആഗ്രഹം പറയണം. ഇങ്ങനെ ചെയ്താൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി വീട്ടിൽ സുഖശാന്തികൾ നിലനിൽക്കും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ കലഹങ്ങളും നീങ്ങി സ്നേഹബന്ധം വർദ്ധിക്കും. എല്ലാറ്റിനുമുപരിയായി വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന ഈ ഏകാദശി ദിവസം നിർബന്ധമായും തുളസി ചെടിയെ പൂജിക്കണം. വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന ഏകാദശി നാളിൽ തുളസിത്തറയിൽ നെയ്യ് ദീപം കൊളുത്തി തുളസിക്ക് ചുറ്റും 5 പ്രദക്ഷിണം ചെയ്താൽ നിങ്ങൾക്ക് പിടിക്കുന്നതെല്ലാം പൊന്നാകും. ഭാഗ്യം എപ്പോഴും നിങ്ങളെ തേടിയെത്തും. ഈ ഏകാദശി ദിവസം അരയാൽ മരത്തിൽ വിഷ്ണുദേവൻ കുടികൊള്ളുന്നു എന്നതുകൊണ്ട് അരയാൽ മരത്തിന് പ്രദക്ഷിണം ചെയ്താൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളെല്ലാം നീങ്ങി ജന്മജന്മാന്തരങ്ങളിലെ ഭാഗ്യം ലഭിക്കും. അതുപോലെ ഈ ഏകാദശി നാളിൽ കൃത്യമായി വൈകുന്നേരം 6 മണി കഴിഞ്ഞ ശേഷം വീടിന്റെ ഉമ്മറത്ത് 2 ദീപങ്ങൾ കൊളുത്തുക. ഈ വിളക്കുകൾ ലക്ഷ്മീദേവിയെ ആകർഷിക്കുകയും ലക്ഷ്മീദേവിയെ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഏകാദശി ദിവസം എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വൈകുന്നേരം വീടിന്റെ വാതിൽക്കൽ 2 വിളക്കുകൾ കത്തിക്കുക. വെള്ളിയാഴ്ച ലക്ഷ്മീദേവിയുടെ ദിവസമാണ്. വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന ഏകാദശി ദിവസം നിർബന്ധമായും കല്ലുപ്പ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരിക. അമിതമായ സമ്പത്ത് ലഭിക്കുകയും വീടിന്റെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഈ അമലകി ഏകാദശി ദിവസം നെല്ലിക്കയോ നെല്ലിക്ക ഇലകളോ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിച്ചാൽ എല്ലാ പാപങ്ങളും ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകും. നെല്ലിക്ക ശ്രീ മഹാലക്ഷ്മീദേവിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ദിവസം നെല്ലിക്ക വിളക്ക് കത്തിച്ച് ശ്രീഹരിയെയും ലക്ഷ്മീദേവിയെയും പൂജിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. ഒരിക്കൽ മാന്ധാതാവ് വസിഷ്ഠമുനിയുടെ അടുത്തെത്തി, "ഓ മഹാഭാഗ്, അങ്ങ് എന്റെ മേൽ പ്രസന്നനാണെങ്കിൽ എല്ലാ ശുഭങ്ങളും ലഭിക്കാൻ കഴിയുന്ന ഒരു വ്രതം ദയവായി എനിക്ക് പറഞ്ഞു തരിക" എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, "രാജാവേ, എല്ലാവർക്കും ശുഭം വരുത്തുന്ന ഒരു മഹാവ്രതത്തിന്റെ മഹിമയും ചരിത്രവും ഞാൻ നിനക്ക് വിശദീകരിക്കുന്നു. ആ വ്രതത്തിന്റെ പേര് അമലകി ഏകാദശി വ്രതം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് മോക്ഷം നൽകുക മാത്രമല്ല 1000 പശുക്കളെ ദാനം ചെയ്ത ഫലവും ലഭിക്കും" എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹെ സ്റ്റോറി കിങ് ചന്ദ്രർത്ഥ. പണ്ട് വൈദിശം എന്നൊരു നഗരം ഉണ്ടായിരുന്നു. അവിടെ വളരെ സമ്പന്നരായ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ താമസിച്ചിരുന്നു. ആ മനോഹരമായ നഗരത്തിൽ നാസ്തികനോ പാപിയോ ഉണ്ടായിരുന്നില്ല. നഗരം എപ്പോഴും വേദമന്ത്രങ്ങളാൽ പ്രതിധ്വനിച്ചിരുന്നു. അത്തരം സുപ്രസിദ്ധ നഗരത്തിൽ ചൈത്രരഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചന്ദ്രവംശജനായ പസബിന്ദു എന്ന കുലത്തിൽ ജനിച്ചു. ചൈത്രരഥൻ ശക്തനും ധീരനും സമ്പന്നനും ശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യമെങ്ങും സുഖസമ്പത്തുകൾ നിറഞ്ഞിരുന്നു. നഗരവാസികളെല്ലാം വിഷ്ണുഭക്തിക്ക് അർപ്പിതരായി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. ഹരിഭക്തി കാരണം അവരെല്ലാം ആ രാജ്യത്ത് സുഖമായി ജീവിച്ചിരുന്നു. രാജ്യത്ത് ദരിദ്രനോ പിശുക്കനോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്തോഷത്തോടെ അനേകം വർഷങ്ങൾ കടന്നുപോയതിനു ശേഷം ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിൽ ഒരു തവണ ദ്വാദശിയോടുകൂടിയ അമലകി ഏകാദശി വന്നു. ഇങ്ങനെയുള്ള ഏകാദശി മഹത്തായ ലാഭം നൽകുമെന്ന് അറിഞ്ഞ രാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും അത് യഥാവിധി ആചരിക്കാൻ തീരുമാനിച്ചു. അമലകി ഏകാദശി ദിവസം രാവിലെ രാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും നദിയിൽ സ്നാനം ചെയ്ത് അമ്പലത്തിലുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ചു. അമ്പലത്തിന്റെ പരിസരത്ത് ഒരു അമലകി വൃക്ഷം ഉണ്ടായിരുന്നു. രാജാവ് ആ മരത്തിന്റെ ചുവട്ടിൽ വെള്ളം നിറച്ച കുടയും വസ്ത്രവും പാതുകങ്ങളും പഞ്ചരത്നങ്ങളും പൂജയ്ക്കായി വെച്ചു. പിന്നീട് അദ്ദേഹം ജലവും പാതുകങ്ങളും ഛത്രവും സുവർണവും വജ്രങ്ങളും മുത്തുകളും വൈഡൂര്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും സമർപ്പിച്ച് പരശുരാമനെയും അമലകി വൃക്ഷത്തെയും പൂജിച്ചു. അതിനുശേഷം അദ്ദേഹം പ്രജകളോടും യഷിമാരോടും ചേർന്ന് പരശുരാമനെ കീർത്തിച്ചു. "ഓ പരശുരാമ, ഓ രേണുകാനന്ദന, ഓ അമലകി വൃക്ഷത്തിന്റെ തണലിൽ നിൽക്കുന്നവനെ, ഓ കാമമോക്ഷപ്രദാത, ഇതാ നിനക്ക് ഞങ്ങളുടെ വന്ദനങ്ങൾ" എന്ന് പറഞ്ഞ് അദ്ദേഹം പരശുരാമനെ സ്തുതിച്ചു. പിന്നീട് അമലകി വൃക്ഷത്തെ ഇങ്ങനെ സ്തുതിച്ചു: "ഓ അമലകി, ഓ വിശ്വപോഷക ബ്രഹ്മദനെ, ഓ സമസ്ത പാപവിനാശക്, നിനക്ക് ഞങ്ങളുടെ വന്ദനങ്ങൾ. ദയവായി ഞങ്ങളുടെ അർപ്പണങ്ങൾ സ്വീകരിക്കുക" എന്ന് പൂജിച്ചു. ഈ വിധം ഭഗവാനെയും അമലകിയെയും പൂജിച്ചതിനു ശേഷം രാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും വിഷ്ണു ക്ഷേത്രത്തിൽ രാത്രി മുഴുവൻ ഉറക്കമിളച്ചു ഭക്തിയോടെ പാട്ടുകൾ പാടി. ആ സമയത്ത് വിധിവശാൽ ഒരു വേട്ടക്കാരൻ അവിടേക്ക് വന്നു. പലതരം മൃഗങ്ങളെ കൊന്ന് അയാൾ ഉപജീവനം കഴിച്ചിരുന്നു. നെയ്വിളക്കും ധൂപവും ഉള്ള ശോഭയുള്ള മന്ദിരത്തിലേക്ക് പ്രവേശിച്ച ആ വേട്ടക്കാരൻ
ധാരാളം ആളുകൾ ഉണർന്നിരുന്ന് ഭഗവാനെ കീർത്തിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അവനും അവരോടൊപ്പം ഇരുന്ന് എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ കുടത്തിൽ വെച്ചിരുന്ന ദാമോദരനെ അയാൾക്ക് കാണാൻ കഴിഞ്ഞു. വിഷ്ണു ഭഗവാന്റെ ദിവ്യകഥകളും അയാൾ കേട്ടു. അയാൾ വിശന്നിരുന്നിട്ടും രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഏകാദശിയുടെ മഹത്വങ്ങൾ കേട്ടു. അടുത്ത ദിവസം രാവിലെ രാജാവ് തന്റെ പ്രജകളോടൊപ്പം തന്റെ നഗരത്തിലേക്ക് മടങ്ങിപ്പോയി. വേട്ടക്കാരനും വീട്ടിൽ പോയ ശേഷം ഭക്ഷണം കഴിച്ചു. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വേട്ടക്കാരൻ ശരീരം ഉപേക്ഷിച്ചു. ഏകാദശി ദിവസം രാത്രി ഉറക്കമിളച്ചതിന്റെ ഫലമായി അയാൾ അടുത്ത ജന്മത്തിൽ അസംഖ്യം രഥം, ആന, കുതിര, കാലാൾപ്പട എന്നിവയോടുകൂടിയ ഒരു രാജാവായി ജനിച്ചു. ജയന്തിപുരം ഭരിച്ചിരുന്ന വിധിരുതൻ അയാൾ വസുധരുതനായി ജനിച്ചു. അയാൾ 1000 ഗ്രാമങ്ങൾക്ക് രാജാവായി. അയാൾ സൂര്യനെപ്പോലെ തേജസ്സുള്ളവനും ചന്ദ്രനെപ്പോലെ പ്രകാശമുള്ളവനും വിഷ്ണുവിനെപ്പോലെ ശക്തിമാനും ഭൂദേവിയെപ്പോലെ ക്ഷമയുള്ളവനുമായിരുന്നു. സത്യസന്ധനായ അയാൾ ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായി തീർന്നു. ഒരു ദിവസം വസുധരൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയി വഴി തെറ്റി. അതിയായി ക്ഷീണിച്ച അയാൾക്ക് വഴി കാണാതെ ഒരു മരച്ചുവട്ടിൽ കിടന്ന് കൈ തലയിണയാക്കി ഉറങ്ങി. അതേസമയം കാട്ടിൽ താമസിച്ചിരുന്ന ചില ക്രൂരരായ കാട്ടുമനുഷ്യർ വന്ന് അയാളെ നാനാവിധത്തിൽ ഉപദ്രവിച്ചു. അയാളെ തങ്ങളുടെ ശത്രുവായി കണ്ട് അവർ കൊല്ലാൻ തയ്യാറായി. ആ രാജാവ് മുൻപ് തങ്ങളുടെ അച്ഛനമ്മമാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും അമ്മാവന്മാരെയും നിർദ്ദയമായി കൊന്ന് തങ്ങളെ നിസ്സഹായരാക്കിയെന്ന് അവർ കരുതി. ഇങ്ങനെ ചിന്തിച്ച് അവർ ആയുധങ്ങളെടുത്ത് രാജാവിനെ അടിച്ചു. എന്നാൽ അത്ഭുതകരമായി അവരുടെ ആയുധങ്ങളൊന്നും രാജാവിന്റെ ശരീരത്തിൽ തട്ടിയില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പോലും ഉണ്ടായില്ല. അങ്ങനെ അവരുടെ ആയുധങ്ങൾ പാഴായപ്പോൾ കാട്ടിലെ മനുഷ്യരെല്ലാം ഭയന്നു. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സമയത്ത് അസാധാരണമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ സുഗന്ധദ്രവ്യങ്ങളാൽ അലങ്കരിച്ച് രാജാവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തുവന്നു. മനോഹരമായ പൂമാലകളാൽ അലങ്കരിച്ച അവളുടെ കണ്ണുകൾ കോപത്താൽ ചുവന്നിരുന്നു. നെറ്റിച്ചുളിച്ച് കയ്യിൽ ചക്രം ധരിച്ച് കോപത്തോടെ കാട്ടിലെ മനുഷ്യരെ കൊല്ലാൻ മുന്നോട്ട് കുതിച്ച് നിമിഷങ്ങൾക്കകം അവരെ കൊന്നു. ഈ സംഭവം പൂർത്തിയായപ്പോൾ രാജാവിന് ഉണർന്നു. ഭയങ്കരമായ സംഭവം കണ്ട് രാജാവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഭയന്നു വീണു. മുന്നിൽ ശത്രുക്കളെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട്, ആഹാ, ഈ ശത്രുക്കളെ കൊന്ന് എന്നെ രക്ഷിച്ച ആ ശ്രേയസ്സുണ്ടാക്കുന്ന സുഹൃത്ത് ആരാണ്? ഈ മഹത്തായ കാര്യത്തിന് ഞാൻ അദ്ദേഹത്തിന് എന്റെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി, കേശവനെ അല്ലാതെ ശരണാഗതരായ ജീവികളെ രക്ഷിക്കാൻ ആർക്കാണ് കഴിവുള്ളത്? ശരണാഗതരായ ഭക്തരെ പോറ്റുന്നവൻ ഞാൻ മാത്രം എന്ന വാക്ക് ആകാശത്ത് മുഴങ്ങി. ആകാശവാണി കേട്ടപ്പോൾ രാജാവ് അത്യധികം അത്ഭുതപ്പെട്ടു. ഭക്തിഭാവത്താൽ അവന്റെ ഹൃദയം അലിഞ്ഞു. പിന്നീട് അവൻ രാജ്യത്തേക്ക് തിരികെ വന്ന് ഒരു തടസ്സവുമില്ലാതെ ഇന്ദ്രനെപ്പോലെ രാജ്യഭരണം ചെയ്തു. വസിഷ്ഠമുനി പറഞ്ഞു, രാജാവേ, പവിത്രമായ ആമലകി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവൻ സംശയമില്ലാതെ വിഷ്ണുപാദം പ്രാപിക്കും എന്ന് വസിഷ്ഠമുനി മാന്ധാതാവിനെ അറിയിച്ചു. റിച്വൽസ് ഡൊനേഷൻസ്. ഈ പുണ്യ ഏകാദശി ദിനത്തിൽ ഒരു ചെറിയ ദാനം ചെയ്താൽ ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം ലഭിക്കും. അതുകൊണ്ട് ഈ പുണ്യ ഏകാദശി ദിനത്തിൽ അരി, ഗോതമ്പ്, ശർക്കര എന്നിവ ദാനം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ധനധാന്യങ്ങൾക്ക് കുറവുണ്ടാകില്ലെന്നും സുഖസന്തോഷങ്ങൾക്ക് കുറവുണ്ടാകില്ലെന്നും മുതിർന്നവർ പറയുന്നു. അതുപോലെ ഈ ഏകാദശി ദിനത്തിൽ വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ചാൽ കോടി ഇരട്ടി പുണ്യം ലഭിക്കുമെന്ന് ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറഞ്ഞു. അതുകൊണ്ട് നിർബന്ധമായും ഈ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക. ഈ ഏകാദശി ദിനത്തിൽ സ്ത്രീകൾ കണ്ണീരൊഴുക്കരുത്. സ്ത്രീകൾ കണ്ണീരൊഴുക്കുന്ന വീട്ടിൽ ലക്ഷ്മീദേവി ഉണ്ടാകില്ല. അതുപോലെ ഈ ദിവസം ആർക്കും കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ദിവസം ചെയ്യുന്ന ഗോസേവയ്ക്ക് ജന്മജന്മാന്തരങ്ങളിലെ ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് ഈ ദിവസം നിങ്ങളുടെ അടുത്തുള്ള ഗോശാലയിൽ പോയി ഗോമാതാവിന് പച്ചപ്പുല്ല് ഭക്ഷണമായി നൽകുക. അതുപോലെ വാഴപ്പഴവും നൽകുക. ഇങ്ങനെ ഏകാദശി ദിനത്തിൽ ഗോമാതാവിന് ഭക്ഷണം നൽകിയാൽ നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ സകല ഐശ്വര്യങ്ങളും ലഭിക്കും. ഏകാദശി ദിനത്തിൽ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ജാതക ദോഷങ്ങളെല്ലാം നീങ്ങും. മാത്രമല്ല, ഈ ഏകാദശി ദിനത്തിൽ തുളസിയിലകൾ പറിക്കരുത്. അതുകൊണ്ട് പൂജയിൽ ഉപയോഗിക്കുന്ന തുളസിയിലകൾ ഒരു ദിവസം മുൻപേ തയ്യാറാക്കി വെക്കുക. ഏകാദശി ദിനത്തിൽ തലയിൽ എണ്ണ തേക്കരുത്. ഏകാദശി ദിനത്തിൽ തലയിൽ എണ്ണ തേച്ചാൽ ആയുസ് കുറയുമെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുകളുണ്ടെങ്കിൽ ഈ ഏകാദശി ദിനത്തിൽ നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ നാരങ്ങകൾ കെട്ടുക. അങ്ങനെ കെട്ടുന്നത് നിങ്ങളുടെ വീട്ടിലെ പണപ്രശ്നങ്ങൾ ഇല്ലാതാക്കും. ഈ ഏകാദശി ദിനത്തിൽ ഒരു മഞ്ഞ വസ്ത്രമെടുത്ത് അതിൽ 7 ഗ്രാമ്പൂ ഇട്ട് കെട്ടി നിങ്ങളുടെ അലമാരയിൽ വെക്കുക. ഏകാദശി ദിനത്തിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളം പണം വരും. അതുപോലെ
ഈ ഏകാദശി ദിവസം 11 തവണ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാണനെ എന്ന ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും. ഈ ഏകാദശി ദിവസം സ്ത്രീകൾ പ്രത്യേകമായ ഒരു കറി ഉണ്ടാക്കിയാൽ കോടി ജന്മങ്ങളിലെ പുണ്യത്തോടൊപ്പം അഷ്ടൈശ്വര്യങ്ങളും സിദ്ധിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ആദ്യം, ഈ ഏകാദശി ദിവസം സ്ത്രീകൾ തീർച്ചയായും ഓർമ്മിച്ചുവെച്ച് പാചകം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കറിയാണ് വെണ്ടയ്ക്ക. ഈ ദിവസം തീർച്ചയായും വെണ്ടയ്ക്ക കഴിക്കണം. ഈ ദിവസം വെണ്ടയ്ക്ക കഴിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും. വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പ് എങ്ങനെയാണോ വഴുതിപ്പോകുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും കടബാധ്യതകളും ഇല്ലാതാകും. പ്രത്യേകിച്ച് എത്ര സമ്പാദിച്ചാലും കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് കരുതുന്നവരും കടബാധ്യതകൾ കൂടുതലായി ഉണ്ടെന്ന് കരുതുന്നവരും ഈ ദിവസം വെണ്ടയ്ക്ക പുളിശ്ശേരിയിലോ ഫ്രൈയിലോ അല്ലെങ്കിൽ പരിപ്പ് കറിയിലോ ചേർത്ത് പാചകം ചെയ്ത് കഴിക്കുക. ഇതുമൂലം നിങ്ങളുടെ ജാതകത്തിൽ ധനസ്ഥാനം ബലപ്പെടുകയും ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. കിട്ടാനുള്ള കടങ്ങൾ വഴിമാറും. അതുകൊണ്ട് നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ മറക്കാതെ ഇളം വെണ്ടയ്ക്കകൾ വാങ്ങിക്കൊണ്ടുവരിക. അവ പാചകം ചെയ്ത് കഴിക്കുക. അതുപോലെ ഏകാദശി ദിവസം തീർച്ചയായും കഴിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പദാർത്ഥം ഉഴുന്നാണ്. ഉഴുന്നുകറി, ഉഴുന്നുപരിപ്പ് അല്ലെങ്കിൽ ഉഴുന്നുപയോഗിച്ച് ഉണ്ടാക്കിയ വിഭവങ്ങൾ ഈ ഏകാദശി ദിവസം കഴിക്കുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കും. ഈ ഏകാദശി നാളിൽ ഉഴുന്നിനെ ആഹാരമായി കഴിച്ചാൽ എല്ലാ ഗ്രഹദോഷങ്ങളും ഇല്ലാതാകും. ഗ്രഹങ്ങൾ ശാന്തമാകും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ വഴിമാറിപ്പോകും. ഈയിടെയായി ആരോഗ്യം അത്ര നന്നായിരുന്നില്ല എന്ന് കരുതുന്നവർ ഉലുവ കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കും. ഉലുവയോടൊപ്പം കഴിച്ചാൽ പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. ഭയങ്ങൾ ഇല്ലാതാകും. അതുകൊണ്ട് ഇന്ന് കുറഞ്ഞത് ഉലുവച്ചാറെങ്കിലും ഉണ്ടാക്കി ചോറിൽ കലർത്തി കഴിക്കുക. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരും. ഇനി അടുത്തതായി പറയാനുള്ള അത്ഭുതകരമായ കറി മുരിങ്ങയില കറിയാണ്. മുരിങ്ങ മരം സാക്ഷാൽ ദൈവത്തിന്റെ രൂപമാണ്. ഈ ഏകാദശി ദിവസം മുരിങ്ങയില കറി കഴിച്ചാൽ അമിതമായ ധനലാഭം ഉണ്ടാകും. മുരിങ്ങയില നമ്മുടെ ജാതകത്തിലെ ശുക്രദോഷങ്ങളെ ഇല്ലാതാക്കും. ശുക്രൻ എന്നാൽ ഭോഗഭാഗ്യങ്ങൾക്ക് കാരകനാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർ, കടം കാരണം വഴക്കുകളുള്ളവർ ഇന്ന് മുരിങ്ങയില പരിപ്പിൽ ചേർത്തോ പൊടിക്കറിയായോ ഉണ്ടാക്കി കഴിക്കുക. ഇതുകൊണ്ട് ദാരിദ്ര്യം മാറി അപ്രതീക്ഷിത വഴികളിലൂടെ പണം കയ്യിലെത്തും. നിങ്ങളുടെ ഭർത്താവിന് ഈ കറി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ആരോഗ്യം ലഭിക്കും. ജോലിയിലും ബിസിനസ്സിലും നല്ല പുരോഗതി കാണാം. അതുപോലെ ഈ ഏകാദശി ദിവസം ചുരക്ക കറി കഴിച്ചാൽ കഷ്ടപ്പാടുകൾ മാറും. ഇത് വിഷ്ണുവിന് പ്രിയപ്പെട്ടതാണ്. ഏകാദശി നല്ല ദിവസത്തോടൊപ്പം വന്നതുകൊണ്ട് ചുരക്ക കറി കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മഞ്ഞുപോലെ ഉരുകിപ്പോകും. വീട്ടിൽ വഴക്കുകൾ, മനസ്സമാധാനമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചുരക്ക കറി കഴിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കും. ഉത്കണ്ഠകളെ കുറയ്ക്കും. ചുരക്കയിൽ വെള്ളമുള്ളതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളും വെള്ളം പോലെ ഉരുകിപ്പോകും. ഇന്ന് ചുരക്ക പുളിശ്ശേരി, ചുരക്ക ഹൽവ, ചുരക്ക വടികൾ അല്ലെങ്കിൽ പാൽ ഒഴിച്ച് കറി ഉണ്ടാക്കി കഴിച്ചാൽ ആയുരാരോഗ്യങ്ങളോടൊപ്പം മാനസിക ശാന്തിയും ലഭിക്കും. വെണ്ടയ്ക്ക, ഉലുവ, മുരിങ്ങയില, ചുരക്ക ഈ 4 കറികളിൽ നിന്ന് ഇന്ന് നിങ്ങൾ ഏത് കറി കഴിച്ചാലും വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. കോടി ജന്മങ്ങളുടെ പുണ്യത്താൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കും. ശിവന്റെ അനുഗ്രഹം ലഭിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. സകല സമ്പത്തുകളും സിദ്ധിക്കും. അതുകൊണ്ട് ഇന്ന് വീട്ടിലെ സ്ത്രീകൾ നിർബന്ധമായും ഈ കറികൾ പാചകം ചെയ്യുക. വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ കറികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശിവന്റെ സമ്പൂർണ്ണ അനുഗ്രഹത്താൽ നിങ്ങൾ അപരകുബേരന്മാരായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എല്ലാ ശുഭങ്ങളും സംഭവിക്കും. ഈ ഏകാദശി ദിവസം അബദ്ധത്തിൽ പോലും കഴിക്കരുതാത്തതും പാചകം ചെയ്യരുതാത്തതുമായ മഹാ അപകടകരമായ കറി പടവലങ്ങ. ഈ ഒരു ദിവസം പടവലങ്ങയെ വീടിന്റെ അടുത്തേക്ക് പോലും കൊണ്ടുവരരുത്. പുരാണങ്ങൾ അനുസരിച്ച് പടവലങ്ങയെ പാമ്പിന്റെ രൂപമായും ഗോമാംസത്തിന് പകരമായും കണക്കാക്കുന്നു. പവിത്രമായ ഏകാദശി തിങ്കളാഴ്ച ദിവസം പടവലങ്ങ കഴിക്കുന്നത് മഹാപാപമാണ്. ഇന്ന് പടവലങ്ങ പാചകം ചെയ്താൽ സാക്ഷാൽ ഗോമാംസം പാചകം ചെയ്ത അത്രയും പാപം ചുറ്റിപ്പറ്റും. ചെയ്ത പൂജകളെല്ലാം വൃഥാ ആകും. ദാരിദ്ര്യം പിടികൂടും. ഉള്ള പണം ആവിയായി പോകും. അനാവശ്യമായ വഴക്കുകൾ, കോടതി കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഈ കാര്യം ഉറപ്പായിട്ടും ഓർമ്മിക്കുക. ഇന്ന് പടവലങ്ങയെ കത്തികൊണ്ട് മുറിക്കുന്നതും ദോഷമാണ്. വേണമെങ്കിൽ അടുത്ത ദിവസം പാചകം ചെയ്യാം. പക്ഷേ ഈ ഏകാദശി തിഥി ഉള്ളതുവരെ പടവലങ്ങയുടെ അടുത്തേക്ക് പോകരുത്. അതുപോലെ പടവലങ്ങയോടൊപ്പം ഇന്ന് തീർച്ചയായും ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം നോൺ വെജ്. ഈ പവിത്രമായ ദിവസം മുട്ട, ചിക്കൻ, മട്ടൻ, ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയവ തീരെ കഴിക്കരുത്. ഏകാദശി എന്നാൽ പവിത്രമായ ദിവസം, ജീവഹിംസ ചെയ്യുന്ന ദിവസമല്ല. ഇന്ന് നോൺ വെജ് കഴിച്ചാൽ ആ പാപം നിങ്ങളുടെ വംശത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും ചുറ്റിപ്പറ്റും.
വീട്ടിൽ പാചകം ചെയ്യുന്നത് മാത്രമല്ല, പുറത്ത് കഴിക്കുന്നതും ഒഴിവാക്കുക. മസാല ചേർത്ത കറികൾ, ഉള്ളി, വെളുത്തുള്ളി എന്നിവയും കുറയ്ക്കുന്നത് നല്ലതാണ്. സാത്വിക ഭക്ഷണം കഴിച്ചാൽ മനസ്സ് നിർമ്മലമായി ഇരുന്ന് വിജയങ്ങൾ സിദ്ധിക്കും. അതുകൊണ്ട് ഏകാദശി നാളിൽ മത്തങ്ങയും മാംസാഹാരവും പൂർണ്ണമായി ഒഴിവാക്കി വെണ്ടയ്ക്ക, ചുരയ്ക്ക, മുരിങ്ങയില, ഉഴുന്ന് തുടങ്ങിയ കറികൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് ദൈവത്തിന് നിവേദ്യമായി കഴിക്കുക. ആ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വീട് ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയും. എല്ലാ കഷ്ടപ്പാടുകളും തീരും. അതിനാൽ എല്ലാവരും ഈ ഏകാദശി ദിവസം ഈ ഭക്ഷണ നിയമങ്ങൾ പാലിച്ച് ശുഭകരമായ ഫലങ്ങൾ നേടുക. പ്രത്യേകിച്ച് ഏകാദശി ദിവസം രാവിലെ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അടുത്തുള്ള വേപ്പ് മരത്തിന്റെ അടുത്തേക്കോ നെല്ലി മരത്തിന്റെ അടുത്തേക്കോ പോകുക. പോയി ആദ്യം ആ മരത്തിന് ഒരു ചെമ്പ് വെള്ളം സമർപ്പിക്കുക. പിന്നീട് സാധിക്കുമെങ്കിൽ മരത്തിന് ചുറ്റും 11 പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത ശേഷം മരത്തെ 11 തവണ സ്പർശിക്കുക. അങ്ങനെ സ്പർശിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറണം, ഞങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി നാരായണനോടൊപ്പം വന്ന് സ്ഥിരതാമസമാക്കണം, ഞങ്ങൾക്ക് ധനലാഭം ഉണ്ടാകണം എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം കുറച്ചുനേരം ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുക. 2 മിനിറ്റ് ഇരുന്ന് മരത്തിൽ നിന്ന് വരുന്ന കാറ്റ് ശ്വസിക്കുക. പ്രകൃതിയെ ആസ്വദിക്കുക. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിച്ചാൽ മനസ്സിന് വളരെ ശാന്തതയുണ്ടാകും. അതിലൂടെ പലതരം രോഗങ്ങൾ മാറും. പ്രധാനമായും ഏകാദശി ദിവസം വേപ്പ് മരത്തെയോ നെല്ലി മരത്തെയോ സ്പർശിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വിഷ്ണുവിന്റെ അനുഗ്രഹവും ലഭിക്കും. വളരെ നല്ലത് സംഭവിക്കും. നെല്ലി മരത്തെ ശ്രീ മഹാവിഷ്ണുവിന്റെ സ്വരൂപമായി കണക്കാക്കുന്നു. നെല്ലിക്ക ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഈ മരത്തെ ശ്രീ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കൂടുതലായി ആരാധിക്കാറുണ്ട്. നെല്ലിക്കയുടെ മുകളിൽ തിരികൾ വെച്ച് കത്തിക്കുന്ന പാരമ്പര്യവുമുണ്ട്. നെല്ലി മരത്തിൽ ധാരാളം ഔഷധഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ ഔഷധമായ ത്രിഫല ചൂർണത്തിൽ നെല്ലിപ്പൊടിയും ഒരു ഭാഗമാണ്. നെല്ലി മരത്തെ പൂജിച്ചാൽ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കും. നെല്ലി മരം വിഷ്ണുവിന് മാത്രമല്ല, ശിവനും വളരെ ഇഷ്ടമാണ്. ശ്രീ ലക്ഷ്മീദേവി ഭൂമിയിലേക്ക് വന്നു. ആ സമയത്ത് ശിവനെയും കേശവനെയും പൂജിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഇരുവരെയും ഒരേ സമയം പൂജിക്കാൻ അവൾ ആഗ്രഹിച്ചു. അപ്പോൾ അവൾ നെല്ലി മരം തിരഞ്ഞെടുത്ത് നെല്ലി മരത്തെ പൂജിച്ച് ശിവന്റെയും കേശവന്റെയും അനുഗ്രഹം നേടിയെന്ന് പുരാണങ്ങൾ പറയുന്നു. ശിവനും കേശവനും നെല്ലി മരത്തിൽ വസിക്കുന്നു എന്ന് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. കൂടാതെ നെല്ലി മരത്തിന്റെ താഴെ ഭാഗത്ത് ബ്രഹ്മാവും ഉണ്ടാകുമെന്ന് വിശ്വാസമുണ്ട്. നെല്ലി മരത്തിന്റെ ചുവട്ടിൽ പുരാണ കാലക്ഷേപം നടത്തിയാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകും. അതുപോലെ വേപ്പ് മരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദുധർമ്മത്തിൽ ചില മരങ്ങൾ പൂജനീയമായ മരങ്ങളായും പവിത്രമായ മരങ്ങളായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവയിൽ വേപ്പ് മരവും ഒന്നാണ്. വേപ്പ് മരം ആരോഗ്യപരമായി ഗുണം ചെയ്യുക മാത്രമല്ല, വാസ്തുപരമായും നിരവധി പ്രയോജനങ്ങൾ നൽകുന്നു. ശുഭകാര്യമായാലും ഉത്സവമായാലും മാവിലകൾ എത്ര പ്രധാനമായി അലങ്കരിക്കുന്നുവോ അവയ്ക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ എത്ര പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം വേപ്പിലേക്കും ഉണ്ട്. വേപ്പ് മരം വളരെ പവിത്രമാണ്. വൈദ്യശാസ്ത്രത്തിൽ ഇതിന്റെ പങ്കിനെക്കുറിച്ച് കോഡില്യൻ അർത്ഥശാസ്ത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാചീന ആയുർവേദത്തിലും വേപ്പിനെക്കുറിച്ച് നിരവധി തെളിവുകളുണ്ട്. ഭൂമിയിൽ അമൃതിന്റെ തുള്ളികൾ വീണപ്പോൾ അത് വേപ്പ് മരമായി മുളച്ചുവെന്ന് പുരാണങ്ങളിൽ കഥകളായി എഴുതിയിട്ടുണ്ട്. വേപ്പ് പല വിധത്തിൽ ഉപയോഗപ്രദമാണ്. വൈദ്യദേവനായ ധന്വന്തരിയായി വേപ്പിനെയാണ് ആരാധിക്കുന്നത്. ആരെല്ലാം ജീവിതത്തിൽ ഒരു വേപ്പ് മരം നട്ടുപിടിപ്പിക്കുന്നുവോ അവർ സ്വർഗത്തിൽ നേരിട്ട് എത്തുമെന്ന് ശാസ്ത്രം പറയുന്നു. അതിനാൽ നിങ്ങളും നാളെ വേപ്പ് മരത്തെയോ അല്ലെങ്കിൽ നെല്ലി മരത്തെയോ ഏകാദശി ദിവസം സ്പർശിച്ച് ശുഭഫലങ്ങൾ നേടുക. ഈ കലിയുഗത്തിൽ പലർക്കും ഏകാദശിയുടെ പ്രാധാന്യം അറിയില്ല. ഏകാദശി ദിവസം പലതരം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഏകാദശി എന്നാൽ ഏക പ്ലസ് ദശ, അതായത് 11 എന്ന് അർത്ഥം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഒരു മനസ്സ്. ഈ 11 ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഈ 11 ഇന്ദ്രിയങ്ങളെ പവിത്രമായി നിയന്ത്രിക്കുന്നതാണ് ഏകാദശി. നാവ്, മൂക്ക്, ചെവി, കണ്ണ്, ചർമ്മം ഇവ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഇവയിലൂടെയാണ് നമുക്ക് അനുഭവങ്ങൾ അറിയുന്നത്. ഏകാദശി ദിവസം ഈ 5നെയും പവിത്രമായി സൂക്ഷിക്കണം. നാവിനെ പവിത്രമായി സൂക്ഷിക്കാൻ മാംസം, മദ്യം, താമ്പൂലം ഉപയോഗിക്കുന്നത്, അന്യരുടെ ഭക്ഷണം എന്നിവ ഏകാദശി ദിവസം ഒഴിവാക്കണം. അതുപോലെ ചെവി, മൂക്ക്, കണ്ണ്, ചർമ്മം എന്നിവയുമായി ബന്ധപ്പെട്ടും പരിശുദ്ധമായിരിക്കണം. അതായത് അയൽക്കാരെക്കുറിച്ച് കുറ്റം കേൾക്കാതെയും കാണരുതാത്തത് കാണാതെയും ഇരുന്നാൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ പരിശുദ്ധമായി സൂക്ഷിച്ചുവെന്ന് പറയാം. അതുപോലെ ഏകാദശി ദിവസം അഭ്യംഗസ്നാനം ചെയ്യരുത്. അതായത് എണ്ണ തേച്ചുള്ള കുളി ചെയ്യരുത്, കാരണം അത് ഭോഗദായകമാണ്. അതുപോലെ ഏകാദശി ദിവസം ക്ഷൗരം ചെയ്യരുത്. തലയിൽ വെള്ളം ഒഴിച്ചു കുളിക്കാം. മൃത്തിക സ്നാനം ചെയ്താൽ കൂടുതൽ നല്ലതാണ്. മൃത്തിക സ്നാനം എന്നാൽ
മണ്ണ്, എള്ളിൻപൊടി, ചാണകം ഈ മൂന്നും ചേർത്ത് ശരീരത്തിൽ തേച്ചു കുളിക്കുന്നതിനെയാണ് മൃത്തിക സ്നാനം എന്ന് പറയുന്നത്. ഈ 3 വസ്തുക്കൾക്കും ദിവ്യമായ ഔഷധഗുണങ്ങളുണ്ട്. ഈ മൃത്തിക സ്നാനം ശരീരത്തിന് വളരെ നല്ലതാണ്. വാക്ക്, കൈകൾ, കാലുകൾ, മലദ്വാരം, മൂത്രദ്വാരം, ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു തെറ്റും ചെയ്യരുത്. അതായത് മറ്റുള്ളവരെ നിന്ദിക്കരുത്, വേദനിപ്പിക്കരുത്, പാഷണ്ഡികളുമായി ചർച്ചകൾക്കും വാദങ്ങൾക്കും പോകരുത്. അതുപോലെ ദശമി രാത്രി മുതൽ ദ്വാദശി ദിവസം പാരണ ചെയ്യുന്നതുവരെ ബ്രഹ്മചര്യം പാലിക്കണം. ഇങ്ങനെ ഈ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയെല്ലാം പരിശുദ്ധമായിരിക്കും. ഇത് ഏകാദശി ചെയ്യുന്ന രീതിയാണ്. ഇതിനോടൊപ്പം ഏകാദശി പൂജ ചെയ്യണം. ഏകാദശി ഉപവാസം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളും 65 വയസ്സ് കഴിഞ്ഞ വൃദ്ധരും ചെയ്യരുത്. ഏകാദശി ഗൃഹസ്ഥർ, ബ്രഹ്മചാരികൾ, സന്യാസിമാർ, വിധവകൾ ആർക്കും ചെയ്യാം. ഏത് ജാതിയിലുള്ളവർക്കും ചെയ്യാം. അതുകൊണ്ട് ആരോഗ്യപരമായും ആത്മീയപരമായും നിരവധി പ്രയോജനങ്ങൾ നൽകുന്ന ഏകാദശി ആരും ഉപേക്ഷിക്കരുത്. ഏകാദശി ആചരിച്ച് ശുഭഫലങ്ങൾ നേടുക. വിഷ്ണുമൂർത്തിയുടെ അനുഗ്രഹത്താൽ സന്തോഷത്തോടെ ജീവിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏകാദശി എന്നാൽ കേവലം ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല. ഏക എന്നാൽ 1 എന്നും ദശ എന്നാൽ 10 എന്നും അർത്ഥം. അതായത് നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശുദ്ധമായി നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ പാഠം. അന്നപാനീയങ്ങൾ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഒഴിവാക്കി ഗോസേവയും ദാനധർമ്മങ്ങളും ചെയ്ത് ഈശ്വരചിന്തയോടെ ജീവിച്ചാൽ മാത്രമേ വ്രതത്തിന്റെ പൂർണ്ണഫലവും മോക്ഷവും ലഭിക്കുകയുള്ളൂ.